പിന്നെ ലംബോ എനിക്കൊരു വീക്കെൻഡ്സ് ഉണ്ടെന്ന് എനിക്കറിയാലോ. ഡിൻഡോൾഫിക്ക സുഡാൽഫിക്കി അതിവിടെ എനിക്കൊന്ന് അനുഭവിക്കണം. ഇപ്പൊ നമ്മുടെ സിനിമാ മേഖലയില് സ്ത്രീകൾ അത്ര സുരക്ഷിതരല്ല സിനിമയിൽ എന്നുള്ളൊരു പൊതുവെയുള്ളൊരു സംസാരമാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? വലിയ സിനിമയിൽ നായികമാരാവണമെങ്കിൽ പലരെയും പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ പലരുടെ അടുത്ത് പോയി നിൽക്കേണ്ട സാഹചര്യം ഉണ്ട്. ഈ അടി പിടി വെടി ഇതാണല്ലോ സിനിമ. ഒക്കെ അലവലാദികളാണ്, നീ അത് കാര്യാക്കണ്ട. സ്ത്രീകൾ എല്ലാം അങ്ങനെയല്ല, പക്ഷെ അങ്ങനെ ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അതിനോട് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഡെഫിനറ്റ് ആയിട്ടുണ്ട്, ഇല്ല എന്ന് പറയില്ല. ചില പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ അല്പം പൊറിഞ്ഞേ പറയാറുള്ളൂ. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മോശമായ അനുഭവം ചേച്ചിക്ക് ഉണ്ടായിരുന്നോ സിനിമയിൽ? ഓ യെസ്, കാരണം ഫസ്റ്റ് ഫിലിമിലൊക്കെ ഞാനൊരു വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഞാൻ വന്ന ആളാണ്. അപ്പം അതൊരു എനിക്ക് തോന്നുന്നത് ഒരു 91 സംതിങ് 91 or 92 ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പം അതിന്റെ മെയിൻ ഡയറക്ടർ എന്താ ഉറക്കം വരുന്നു. അങ്ങേർക്ക് അല്ലെങ്കിലും വലിയൊരു റെപ്യൂട്ടേഷൻ ഒന്നും ഇല്ല, ബട്ട് ഈസ് എ ഗുഡ് ഡയറക്ടർ. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെന്നേ സാർ പോയി കിടന്നോളൂ. ഞാനൊന്ന് പറയട്ടെ. എന്നാ സാർ പറയൂ. അപ്പം എൻ്റെ അടുത്തൊരു ഇതായിട്ടുള്ളൊരു ബിഹേവിയർ. മോശമായിട്ട് അങ്ങനെയല്ല, ബ്ലേറ്റന്റ് ആയിട്ടല്ല, പക്ഷെ യു നോ വാട്ട് ഇറ്റ് ഇസ്. നിവാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം. അവർക്ക് കാര്യം നടക്കാതെ ഇരിക്കുമ്പം, സ്പെഷ്യലി സീൻ നടക്കുമ്പോൾ എല്ലാവരും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്നത് അവരുടെ ഒരു ഇതാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇത്തരത്തിലുള്ള അപ്രോച്ച് ചേച്ചിയുടെ അടുത്ത് നടത്തിയോ? ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നോ. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ സർ ഐ എം ലീവിംഗ് ദ പ്രോജക്ട്. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.